ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി രവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ ജയ നൃകേസരിൻ ജയ ജയ നൃകേസരിൻ ജയ ജയ നൃകേസരിൻ ജയ ജയ നൃകേസരിൻ. നരസിംഹാവതാരം ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 25 നരസിംഹാവതാരം ശ്ലോകം 3. തപ്തസ്വർണസവർണഘൂർണദതിരൂക്ഷാക്ഷം സടാകേസരപ്രോത്കമ്പപ്രനികുംഭിതാംബരമഹോ ജീയാതവേദം വപുഃ വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാജിഹ്വാ നിർഗമദൃശ്യമാനസു മഹാദംഷ്ട്രായുഗോഡാമരം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. നരസിംഹരൂപവർണ്ണനയാണ്. കുറേ വാക്കുകൾ ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് ചൊല്ലുമ്പോൾ, ചേർത്ത് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ അർത്ഥം ശരിയാവുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ ചൊല്ലണം. തപ്ത സ്വർണ സവർണ ഘൂർണത് അതിരൂക്ഷാക്ഷം. ഇതിൽ ഖു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അതിരൂക്ഷാക്ഷം എന്നുള്ളതിൻ്റെ ക്ഷാന്നും. തപ്ത സ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംഭിതാംബരം അഹോ. അതുവരെ ഒന്നിച്ച് ചൊല്ലണം. പ്രോത്കമ്പ പ്രനികുംഭിതാംബരമഹോ ജീയാത് തവേദം വപുഃ. അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. ജീയാത് തവേദം വപുഃ ജീയാത്തവേദം വപുഃ വ്യാപ്ത വ്യാപ്ത മഹാദരീസഖ മുഖം. വ്യാപ്ത വ്യാപ്ത മഹാദരീസഖ മുഖം. 2 സ്ഥലത്തുള്ള ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഖഡ്ഗോഗ്ര. ഖഡ് എന്നുള്ളത് ടാ ഠ ഡ എന്നാണ്. ഒട്ടും ഊന്നണ്ട. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഖഡ്ഗോഗ്ര വൽഗൻ മഹാജിഹ്വ. അത് ചേർത്ത് ചൊല്ലണം. മഹാജിഹ്വ നിർഗമ ദൃശ്യമാന സുമഹാദംഷ്ട്ര. അതും ഒന്നിച്ചിട്ട് ചൊല്ലണം. സുമഹാദംഷ്ട്ര. ഷ്ട്ര എന്നുള്ളതൊന്നും ഒട്ടും ഓർപ്പിക്കേണ്ട. ദംഷ്ട്ര യുഗോഡാമരം. യുഗോ. ഇവിടെയും ഡാന്ന് 2 ഡാന്നുണ്ട്. മെല്ലെ നൂന്നി പറഞ്ഞാൽ മതി. യുഗോഡാമരം 2 ഡ എന്നുള്ളത് കൊണ്ട് മദ്ദളം എന്നൊക്കെ പറയണ പോലെ അത് നമ്മൾ ദ എന്നുള്ളത് മെല്ലെ നൂന്നില്ല. അതേപോലെ യുഗോഡാമരം 2 ഡ എന്നുണ്ട്. അതുകൊണ്ട് ഡാമരം ഒന്നൂന്നി പറയണം. ദംഷ്ട്ര യുഗോഡാമരം. ജിഹ്വാ നിർഗമ ദൃശ്യമാന സുമഹാദംഷ്ട്ര യുഗോഡാമരം. അങ്ങനെ നിർത്താം. തപ്തസ്വർണസവർണഘൂർണദതിരൂക്ഷാക്ഷം സടാകേസരപ്രോത്കമ്പപ്രനികുംഭിതാംബരമഹോ ജീയാതവേദം വപുഃ വ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാജിഹ്വാ നിർഗമദൃശ്യമാനസു മഹാദംഷ്ട്രായുഗോഡാമരം. അടുത്തത് 4ാമത്തെ ശ്ലോകം. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനും ഹ്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവരദോ ശതോദ്ഗതനഖക്രൂരാം ശുദൂരോദ്ഭണം വ്യോമല്ലംഘിഖനാഖനോപമഖനപ്രധ്വാനനിർധാവിതസ്പർദ്ധാലുപ്രകരം നമാമി ഭവദസ്തം നാരസിംഹം വപു. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. കഴിഞ്ഞ ശ്ലോകം പോലെ തന്നെ കുറച്ച് ചേർത്ത് ചൊല്ലാനുള്ളതാണ്. ഉത്സർപ്പത് വലിഭംഗ ഭീഷണഹനും ചേർത്തിട്ട് ഉത്സർപ്പദ്വലിഭംഗ ഭീഷണഹനും. ഉത്സർപ്പ സ എന്നുള്ളത് താസ ചേർത്ത് ചൊല്ലണം. ദ്വ എന്നുള്ളതിൻ്റെ ദ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഭംഗ ഭീഷണ ഇതിൻ്റെയൊക്കെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഹ്രസ്വ അതൊന്നിച്ചിട്ട് ചൊല്ലാനുള്ളതാണ്. സ്ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഥ
ഥ എന്നുള്ളത്. സ്തരഗ്രീവം എന്നുള്ളതിൻ്റെ സ്ഥാന്ന് സാധാരണ താന്നാണ്. പീവരതോ ശതോദ്ഗത. പീവരതോ എന്ന് കഴിഞ്ഞിട്ട് അടുത്ത വാക്കാണ് ശതോദ്ഗത. പീവരദോശ എന്നാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പീവരദോ ശതോദ്ഗത നഖ ക്രൂരാംശു ദൂരോദ്ബണം. നഖ എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വ്യോമലംഘി. ലംഘി ലാന്ന് ഒന്ന് ഊന്നി പറയണം. വ്യോമലംഘി. ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അവിടെ 3-4 സ്ഥലത്ത് വരുന്നുണ്ട് ഖ എന്നുള്ള ഈ അക്ഷരം. വ്യോമലംഘി ഖന ഖനോപമ ഖനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം. വ്യോമലംഘി ഖനാഖനോപമ ഖനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം. അതുവരെ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. സ്പർദ്ധാലു ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രധ്വാന ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നിർധാവിത എന്നുള്ളതിൻ്റെ ഥ എന്നും നന്നായിട്ട് ഊന്നണം. നമാമി ഭവത ഭവതസ്തം നാരസിംഹം വപുഃ. അവിടെ വിസർഗം, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. ഭവത എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭവതസ്തം ചേർത്തിട്ട് ചൊല്ലാനുള്ളതാണത്. നാരസിംഹം വപുഃ അങ്ങനെ നിർത്താം. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനും ഹ്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവരദോ ശതോദ്ഗത നഖക്രൂരാംശു ദൂരോദ്ബണം. വ്യോമലംഘി ഖനാഖനോപമ ഖനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം. നമാമി ഭവതസ്തം നാരസിംഹം വപുഃ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.